ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞ കണക്കുകൾ തള്ളിയിരിക്കുകയാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. ആരോഗ്യവകുപ്പിന് ബജറ്റിൽ അനുവദിച്ച 400 കോടി രൂപയിൽ 145 കോടി വെട്ടിക്കുറച്ചതായി അറിയിച്ചുകൊണ്ട് മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ വെച്ച രേഖയിലെ കണക്കുകളാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ തള്ളിയത്. മെഡിക്കൽ കോളേജുകൾക്കും അനുബന്ധ സ്ഥാപനങ്ങൾക്കും അനുവദിച്ച തുകയിൽ കുറവ് വരുത്തിയതായി കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിൽ സഭയിൽ വെച്ച രേഖയിലാണ് മന്ത്രി വീണ വ്യക്തമാക്കിയത്. എന്നാൽ ആരോഗ്യവകുപ്പിന് ബജറ്റിൽ വകയിരുത്തിയതിനേക്കാൾ 327 കോടി രൂപ കഴിഞ്ഞ വർഷം അധികം നൽകിയെന്നതാണ് മന്ത്രി ബാലഗോപാൽ ഇന്നലെ വെളിപ്പെടുത്തിയത്. 2024-2025 കാലയളവിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് 400.01 കോടി രൂപ അനുവദിച്ചു. ഓരോ ഇനത്തിലും കുറവ് വരുത്തിയപ്പോൾ ശേഷിച്ചത് 254.35 കോടി മാത്രം. മെഡിക്കൽ കോളേജുകളുടെ വികസനത്തിന് 217 കോടിയായിരുന്നു ബജറ്റ് വാഗ്ദാനം. മാർച്ച് ആയപ്പോൾ ഇത് 157 കോടിയായി ചുരുക്കി. മെഡിക്കൽ കോളേജുകളിൽ സർജിക്കൽ റോബോട്ടുകൾ സ്ഥാപിക്കാനായി നീക്കിവെച്ച 29 കോടി മുഴുവൻ വെട്ടി. ഓങ്കോളജി ആൻഡ് ടെർഷ്യറി കെയർ സെന്ററിന് അനുവദിച്ച 14 കോടിയും ഇൻവെൻഷണൽ റേഡിയോളജിക്കുള്ള 10 കോടിയിൽ 7.89 കോടിയും തിരിച്ചെടുത്തു. കോളേജുകളിൽ സമഗ്ര പക്ഷാഘാത കേന്ദ്രം സ്ഥാപിക്കാൻ നീക്കിവെച്ചത് 3.50 കോടി. വെട്ടിയപ്പോൾ ശേഷിച്ചത് 2.30 കോടി. തിരുവനന്തപുരം RCCക്ക് 73 കോടിയായിരുന്നു വിഹിതം. വെട്ടിക്കുറച്ചപ്പോൾ 36 കോടി രൂപയായി കുറഞ്ഞു. മലബാർ ക്യാൻസർ സെന്ററിന് തുക 28 കോടിയായിരുന്നു. വെട്ടിയപ്പോൾ 14 കോടിയായി. എന്നാൽ ഈ വിഷയത്തിൽ ബാലഗോപാൽ പറയുന്ന മറ്റു കണക്കുകൾ പരിശോധിക്കാം. 2024-25 കാലയളവിൽ 9,667 കോടി രൂപയാണ് ആരോഗ്യ മേഖലയ്ക്ക് വകയിരുത്തിയത് എങ്കിലും 9,994 കോടി അനുവദിച്ചു. ചെലവ് 103%. ചില മേഖലകളിൽ ബജറ്റിലെ വകയിരുത്തൽ തികയാതെ വരുമ്പോഴാണ് ഇത്തരത്തിൽ അധിക തുക അനുവദിക്കുന്നത്. ഈ വർഷം 10,432 കോടിയായിരുന്നു ബജറ്റ് വകയിരുത്തൽ. അതിൽ 2,504 കോടിയും കൈമാറിക്കഴിഞ്ഞു. അതായത് ബജറ്റ് വകയിരുത്തലിന്റെ 4/1 തുകയും 3 മാസത്തിനുള്ളിൽ നൽകി. ഈ സർക്കാരിന്റെ ആദ്യ വർഷം, അതായത് 2021-22 8,266 കോടി ബജറ്റിൽ വകയിരുത്തിയെങ്കിലും കോവിഡ് നേരിടുന്നതിനടക്കം 11,361 കോടി രൂപ അനുവദിച്ചു. മറ്റെല്ലാ മേഖലകളിലും മുൻഗണനകൾ മാറ്റി നിശ്ചയിച്ചപ്പോൾ ആരോഗ്യ മേഖലയിൽ മാത്രം കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. ഇവിടെ ട്രഷറി നിയന്ത്രണവും ഒഴിവാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതര പ്രതിസന്ധിയുണ്ട് എന്ന ആരോപണവുമായി യൂറോളജി വിഭാഗം മേധാവിയായ ഡോക്ടർ ഹാരിസ് ചിറക്കൽ രംഗത്തെത്തിയതാണ് ഇപ്പറഞ്ഞ വിവാദങ്ങളിലേക്കെല്ലാം തന്നെ വഴിവെച്ചത്. ആശുപത്രിയിൽ ഉപകരണങ്ങൾ ഇല്ല എങ്കിലും അവ വാങ്ങി നൽകാൻ ഉദ്യോഗസ്ഥരുടെയും മറ്റുള്ളവരുടെയും ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകുന്നില്ല എന്നായിരുന്നു ഹാരിസ് ചിറക്കലിന്റെ ആരോപണം. ഗുരുതര പ്രശ്നങ്ങളുമായി വരുന്ന രോഗികളുടെ ഓപ്പറേഷൻ അടക്കം മാറ്റിവെക്കേണ്ടി വരികയാണ് എന്നും മികച്ച ചികിത്സ നൽകാനായി ഡോക്ടർമാർ തയ്യാറായിട്ട് പോലും അനങ്ങാപ്പാറ പോലെ ബ്യൂറോക്രസിയുടെ മുൻപിൽ നിൽക്കുകയാണെന്നും ഡോക്ടർ ഹാരിസ് ചിറക്കൽ കുറ്റപ്പെടുത്തിയിരുന്നു. പലരോടും അപേക്ഷിച്ചിട്ടും യാതൊരു പരിഹാരവുമില്ല എന്നും അദ്ദേഹം ആരോപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആരോപണങ്ങൾ വിവാദമായതോടെ ബന്ധപ്പെട്ടവരുമായി ഫോണിൽ സംസാരിച്ചിരുന്നുവെന്നുമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. മെയ് മാസത്തിൽ യൂറോളജി വിഭാഗത്തിൽ 312 ശസ്ത്രക്രിയ നടന്നതായി DME റിപ്പോർട്ട് നൽകിയെന്നാണ് മന്ത്രി പറഞ്ഞത്. മുൻ മാസങ്ങളിലെ കണക്കുകളിലും വലിയ വ്യത്യാസമില്ല. DME നൽകിയ വിവരപ്രകാരം 4 ശസ്ത്രക്രിയയാണ് ഷെഡ്യൂൾ ചെയ്തത്. ഇതിൽ 3 ശസ്ത്രക്രിയകൾ നടന്നിട്ടുണ്ട്. പ്രോബിന് പ്രശ്നമുണ്ടായിരുന്നതിനാലാണ് ഒരെണ്ണം ചെയ്യാൻ കഴിയാതിരുന്നതെന്നും മന്ത്രി വിശദീകരിക്കുന്നുണ്ട്. കിഫ്ബി വഴി 700 കോടി രൂപ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് അനുവദിച്ചിരുന്നതായും യൂറോളജി ഡിപ്പാർട്ട്മെന്റിനും ഗണ്യമായ തുക അനുവദിച്ചതാണെന്നും മന്ത്രി പറയുന്നുണ്ട്. ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ കാര്യങ്ങൾ അന്വേഷിക്കണമെന്നും പോസ്റ്റ് പിൻവലിച്ചതടക്കമുള്ള കാര്യങ്ങൾ ഡോക്ടറോട് ചോദിക്കണമെന്നുമാണ് മന്ത്രിയുടെ മറ്റ് വിശദീകരണം.